നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി.സി. ജോർജ് അറസ്റ്റിലാകും. മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പിണറായിയുടെ കക്ഷത്താണ് ഇപ്പോൾ പി.സി. ജോർജിന്റെ തല. അറസ്റ്റ് നടന്നാൽ ജോർജിന് ജാമ്യം കിട്ടില്ല. ഹൈക്കോടതി ജോർജിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ കീഴ്ക്കോടതിയിൽ നിന്ന് ജോർജിന് ദയ പ്രതീക്ഷിക്കേണ്ടതില്ല. മതവിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുക മാത്രമല്ല, നീതിന്യായ കോടതിക്ക് കൃത്യമായ നിർദ്ദേശവും നൽകി. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി എന്ന കേസിലാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. നേരത്തെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ പി.സി. ജോർജ് കോടതി ഏർപ്പെടുത്തിയ ജാമ്യ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. സമാനമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ചുമത്തിയ വ്യവസ്ഥകൾ പി.സി. ജോർജ് ലംഘിച്ചു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം സാഹചര്യങ്ങളിൽ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകലാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം റദ്ദാക്കിയത്. പി.സി. ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്ന BNS 196, 299 വകുപ്പുകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്ന 196, 299 വകുപ്പുകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ, MLA ഹോസ്റ്റലിൽ വെച്ച് ഭക്ഷണ വിതരണക്കാരനെ തെറി വിളിച്ചതും ആക്രമിച്ചതും മുതൽ കന്യാസ്ത്രീ പീഡന കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതും അധിക്ഷേപിച്ചതും തുടങ്ങി പി.സി. ജോർജിനെതിരെ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പി.സി. ജോർജ് നടത്തിയത് നാക്കുപിഴയാണെന്ന് പറയാൻ കഴിയില്ല. പ്രകോപിതനായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണെന്ന വാദവും നിലനിൽക്കില്ല. പി.സി. ജോർജിനെ പോലെ 30 വർഷത്തോളം MLA ആയിരുന്ന ആൾ ഇത്ര എളുപ്പത്തിൽ പ്രകോപിതനാകുമെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായി തുടരാൻ അദ്ദേഹം അർഹനല്ല എന്ന് പറയേണ്ടി വരും. സാമൂഹിക ഐക്യം തകരുന്ന വിധത്തിൽ മോശം ഭാഷയിൽ പ്രസംഗിച്ചിട്ട് മാപ്പ് പറയാം എന്നത് സ്വീകാര്യമല്ല. ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചർച്ച കണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പി.സി. ജോർജ് സമൂഹമാധ്യമത്തിൽ എഴുതിയ മാപ്പ് നോക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കുറ്റം ഇല്ലാതാകുന്നില്ല എന്നും കോടതി വിധിയിൽ പറയുന്നു. വിദ്വേഷ പ്രസംഗം നടത്തിയാൽ BNS-ലെ വകുപ്പ് അനുസരിച്ച് പരമാവധി ശിക്ഷ 3 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ്. കുറ്റം ആവർത്തിച്ചാലും ഇതുതന്നെ ശിക്ഷ. എന്നാൽ അത്തരം കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കണം. ഇക്കാര്യം ലോ കമ്മീഷനും പാർലമെന്റും പരിഗണിക്കണമെന്നും വിധിയിൽ പറയുന്നു. പി.സിയെ പോലുള്ളവരെ അകത്താക്കാൻ നിയമ ഭേദഗതി വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പിണറായി ജോർജ് വിരോധത്തിന് പല തലങ്ങളുണ്ട്. അതിൽ പ്രധാനം തന്റെ മകൾക്ക് നേരെ ജോർജും മകനും നിരന്തരം നടത്തിയ അധിക്ഷേപങ്ങളാണ്. മാസപ്പടി കേസിൽ കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വന്നതാണ് പിണറായിക്കുള്ള വിരോധത്തിന്റെ കാരണമെന്ന് ജോർജ് വിശ്വസിക്കുന്നു. പി.സി. ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജാണ് ഇത്തരമൊരു നീക്കം തികച്ചും അപ്രതീക്ഷിതമായി നടത്തിയത്. പി.സി. ജോർജിന്റെ മകനായതുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഷോൺ ജോർജിനെ പഠിപ്പിക്കേണ്ടതില്ല. മാത്രവുമല്ല, കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ള ഉപദേശം ഷോൺ ജോർജിന് ലഭിച്ചത് ദേശീയ നേതൃത്വത്തിലുള്ള ഉന്നത ബി.ജെ.പി. നേതാക്കളിൽ നിന്നാണ്. എന്നാൽ ഒരു സംഘം ദേശീയ നേതാക്കൾ ജോർജിന്റെ നീക്കത്തിന് എതിരായിരുന്നു. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഏജൻസിയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന പല സാമ്പത്തിക അഴിമതി കേസുകളും മുൻപ് പൊതുജന മധ്യത്തിൽ എത്തിച്ചിട്ടുള്ളത്. വ്യവസായി ഫാരിസ് അബൂബക്കറുടെ വീട്ടിലും ഓഫീസിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷമാണ് ജോർജും പിണറായിയും നേർക്കുനേർ എത്തിയത്. ഫാരിസിൽ നിന്നും ചില നിർണായക രേഖകൾ ലഭിച്ചതായി സൂചനയുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെ അടപടലം ഇളക്കാൻ കഴിയുന്ന തെളിവുകളാണ് ലഭിച്ചതെന്ന് അക്കാലത്ത് ജോർജ് ഭക്തർ പ്രചരിപ്പിച്ചിരുന്നു. മുൻപ് പി.സി. ജോർജ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ ചില തെളിവുകൾ ഡൽഹിയിലെത്തിയിരുന്നു. പ്രസ്തുത തെളിവുകളുടെ വിശദാംശങ്ങളാണ് ഫാരിസ് അബൂബക്കറുടെ വീട്ടിൽ നിന്നും ലഭിച്ചത് എന്നാണ് ജോർജ് പറഞ്ഞത്. ഫാരിസിന്റെ വീട്ടിൽ കേന്ദ്ര അന്വേഷണം എത്തി എന്ന് അറിഞ്ഞതോടെ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൌസിൽ കൂട്ട നിലവിളി കേട്ടതായി ജോർജ് പ്രചരിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ അമേരിക്കയിലേക്ക് പറക്കുന്നത് എന്തിന്? കേരളയിൽ ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വേണ്ടിയോ? രോഗത്തെക്കുറിച്ച് കള്ളം പറയുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പി.സി. ജോർജിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ഇ.ഡി.
പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ട് കുറെ മാസങ്ങളായി. പ്രാഥമിക വിവരങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആദ്യം തേടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗുരുതര ആരോപണങ്ങളാണ് PC ജോർജ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് രാജാവായ ഫാരിസ് അബൂബക്കറാണ്. മുഖ്യമന്ത്രിയും ഫാരിസ് അബൂബക്കറും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണുള്ളത്. ഇക്കാര്യങ്ങൾ താൻ പുറത്തു പറയുമെന്ന ഭീതിയിലാണ് തന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതെന്നും PC നേരത്തെ പറഞ്ഞിരുന്നു. പീഡന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. എഴുതി തയ്യാറാക്കിയ കുറിപ്പ് PC ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. ദൈവത്തിന് നന്ദി, കേസ് അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. 100% സഹകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകി. ഇത്രയും കാലം ഫാരിസ് അബൂബക്കർ എന്ന പേര് ഞാൻ പലതവണ പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിലും ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റ് ഡോണാണ്. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറുപുറമാണ് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2012 മുതൽ കഴിഞ്ഞ 10 കൊല്ലമായി പിണറായി വിജയന്റെ എല്ലാ നിക്ഷേപങ്ങളെയും രാഷ്ട്രീയത്തെയും നീക്കങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഫാരിസാണ്. PC ജോർജിന്റെ ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു. 2016 ഇത് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴത് അമേരിക്ക കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തുടരെയുള്ള അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും അമേരിക്കൻ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം. കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിന് മുൻകൈയെടുക്കണം. 2004 SFIക്കാരെയും DYFIക്കാരെയും സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യാൻ പറഞ്ഞുവിട്ടിട്ട് സ്വന്തം മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടു. വീണ വിജയൻ പിന്നീട് ഒറാക്കിൾ എന്ന കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒറാക്കിൾ കമ്പനിയിൽ സാധാരണ ജീവനക്കാരിയായിരുന്ന വീണ 2012 രവി പിള്ള ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവായി. ആർക്കിടെക്ട് എന്ന IT കമ്പനിയുടെ CEO ആയിട്ടാണ് വീണ ചാർജ് എടുത്തത്. പിണറായി വിജയന്റെ മകൾ എന്നല്ലാതെ എന്ത് യോഗ്യതയാണ് വീണയ്ക്കുള്ളത്? 2014 ആ പദവിയിൽ നിന്ന് എക്സാലോജിക് എന്ന കമ്പനി രൂപീകരിച്ചു. അതിലേക്ക് വന്നു ചേർന്ന സമ്പത്തിന്റെ ഉറവിടം അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും എക്സാലോജിക്കിലൂടെയാണ് നടന്നിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എക്സാലോജിക്കിൽ നിന്ന് പോയിരിക്കുന്ന ഭൂരിഭാഗം പണവും അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ പേരിലാണോ എന്ന് സംശയിക്കുന്നു. ഇത് ED അന്വേഷിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തുടക്കത്തിൽ അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖം പദ്ധതി കൈമാറാൻ UDF സർക്കാർ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്ത പിണറായി വിജയൻ പിന്നീട് അതിനെ അനുകൂലിച്ചു. ഇപ്പോൾ അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതിന് പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഗ്രൂപ്പിന് കൈമാറുന്ന കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവം. വീണ വിജയന്റെ എക്സാലോജി കമ്പനി വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ വിധേയമാക്കണം. ഇപ്പോൾ അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. ഡേറ്റ എന്നത് ഒരു കച്ചവടമായി സർക്കാർ എടുത്തിരിക്കുന്നു. അതിലെല്ലാം ഇടനിലക്കാരി വീണ വിജയനാണെന്ന് ഞാൻ സംശയിക്കുന്നു. കേരളത്തിലെ തൊഴിൽ രഹിതരായ 44 ലക്ഷം പേരുടെ അടിസ്ഥാന വിവരങ്ങൾ സർക്കാർ ശേഖരിച്ചിരിക്കുകയാണ്. ഈ വിവരങ്ങൾ സുരക്ഷിതമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കേന്ദ്രം അന്വേഷിക്കണം. ഈ വിവരങ്ങൾ കച്ചവടം ചെയ്യുകയാണോ എന്ന് സംശയമുണ്ട്. താൻ ആർക്കു നേരെയും ഗൂഢാലോചന നടത്തിയിട്ടില്ല, ചെയ്യുകയുമില്ല. അഴിമതിക്കാരായ ഭരണാധികാരികളെ, ജനപ്രതിനിധികളെ രാജിവെപ്പിച്ചതാണ് എന്റെ രാഷ്ട്രീയ ചരിത്രം. അഴിമതി കണ്ടു നിൽക്കില്ല. VS ആണ് തന്റെ ഗുരു. അധികാരമോഹിയല്ല ഞാൻ. പിണറായി വിജയന്റെ ഭാര്യയും മകളും എല്ലാം അഴിമതിക്കാരാണ്. ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞാൻ തുടങ്ങിവെച്ച യുദ്ധത്തിൽ നിന്ന് പിറകോട്ട് പോകില്ല. ശക്തമായി പോരാടും. ഇതൊക്കെയായിരുന്നു പിണറായി വിജയന് നേരെ PC ജോർജ് ഉയർത്തിവിട്ട ആരോപണങ്ങൾ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം PCയെ പൂട്ടാൻ ഏതൊക്കെ അടവെടുക്കാമോ അതെല്ലാം പിണറായി വിജയൻ പയറ്റിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദൗർബല്യമാണ് അദ്ദേഹത്തിന്റെ മകൾ. അങ്ങനെയുള്ള മകളെ സമൂഹ മാധ്യമത്തിൽ അപമാനിക്കാൻ ജോർജും കുടുംബവും ശ്രമിച്ചതായി പിണറായി കരുതുന്നുണ്ട്. അയ്യപ്പനും കോശിയും തമ്മിലുണ്ടായിരുന്ന വിരോധത്തെക്കാൾ ആഴത്തിലുള്ളതാണിത്. ഇങ്ങനെയൊക്കെയുള്ള ജോർജിനെ തകർക്കാൻ പിണറായി എന്തും ചെയ്യും. അതാണ് പത്തനംതിട്ടയിൽ നടന്നത്. K. സുരേന്ദ്രൻ ജോർജിന് കയറ്റിയ പാര വിജയിച്ചു. അതിന് പിന്നിൽ പിണറായി ആണ് എന്ന് കരുതുന്ന നിരവധി നേതാക്കൾ BJPയിലുമുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള നീക്കങ്ങളിൽ പിണറായിയെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ഏക നേതാവ് പിണറായിയാണെന്ന് BJP നേതൃത്വം വിശ്വസിക്കുന്നു. അങ്ങനെ ജോർജിനെ തകർക്കാനുള്ള ഒരു അവസരമാണ് പിണറായിക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അത് പിണറായി എങ്ങനെ മുതലാക്കും എന്ന് മാത്രം കണ്ടാൽ മതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.